ഹായ് കൂട്ടുകാരെ, ഇന്ന് വാഴ നട്ടിട്ട് ഇപ്പം 7 ഇലയായി. അപ്പോൾ ഇനി നമുക്ക് ഇച്ചിരി വളം ചെയ്യണം. അപ്പോൾ ഇന്നൊരു മഴ പെയ്തു. അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി വളം ഇടാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. അപ്പം ആദ്യം അയർ എന്ന് പറയുന്ന വളമുണ്ട്. അത് സൂക്ഷ്മ മൂലകങ്ങളാണ്. വാഴയ്ക്ക് വളരെ പ്രയോജനം ചെയ്യുന്നതാണ്. നല്ല ഏത്തക്കൊലയ്ക്കൊക്കെ നല്ല മുഴുപ്പ് ഉണ്ടാവും. അപ്പോൾ അത് കുറച്ച് എല്ലാ വാഴയ്ക്കും കുറേശ്ശെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിപ്പം പച്ചക്കക്ക പൊടിച്ചതാണ്. അപ്പോൾ ഈ പച്ചക്കക്ക പൊടി നമ്മുടെ മണ്ണിൻ്റെ pH നിലനിർത്താൻ വേണ്ടി ഉപയോഗപ്പെടും. അത് കുറേശ്ശെ നമ്മൾക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിനകത്ത് ജൈവവളം ഇട്ട് കൊടുക്കണം. വാഴയ്ക്ക് ഇച്ചിരി ജൈവവളം എന്ന് പറയുമ്പം എല്ലുപൊടി, മസൂറി, പിന്നെ കുറച്ച് മഗ്നീഷ്യവും. കാരണം ഈ ഇലയ്ക്കൊക്കെ ഒരിച്ചിരി പച്ചിപ്പൊക്കെ വരാൻ വേണ്ടി ഇതെല്ലാം കൂടെ കൂട്ടി ഇളക്കിയതാണ്. നമുക്ക് ഇതിൻ്റെ ചുവട്ടിൽ കുറേശ്ശെ ഇട്ട് കൊടുക്കാം. ഇപ്പം മണ്ണിൽ കുറച്ച് ഈർപ്പം ഉള്ളതുകൊണ്ട് ഇപ്പം പിന്നെ വെള്ളം ഒഴിക്കണ്ടെന്ന് തോന്നുന്നു. ഇപ്പം ഇച്ചിരി മണ്ണൊന്ന് ചുവട്ടിലൊന്ന് ഇടണം. വളം ഇട്ടിട്ടേ മണ്ണ് ചെറുതായിട്ടൊന്ന് ഇതേ രീതിയിൽ തടം പൂർണ്ണമായിട്ട് നകരരുത്, അല്ലാത്ത രീതി വേണം. ഇനി അടുത്തൊരു വളവും കൂടി ഇട്ട് വേണം തടം നികത്തിയെടുക്കാൻ. നമ്മളിപ്പം വാഴ, ചേന, കാച്ചില, ചേമ്പ് ഏത് സാധനം നട്ടാലും തടം നല്ല രീതിയിൽ എടുത്തതിന് ശേഷം മാത്രമേ നടാവൂ. എന്നാലേ മാത്രമേ നമുക്ക് വളമിടുമ്പം 2-3 പ്രാവശ്യത്തെ വളമിട്ട് എടുക്കണം. അപ്പോൾ ആദ്യത്തെ വളമിട്ട് ശേഷം നമ്മൾ ചെറുതായിട്ട് തടം ഇതേ രീതിയിൽ നമ്മൾ നികത്തി എടുത്തു. ഇനി ഒരു 2-3 വളം ചെയ്യണം. അപ്പോൾ ആ 3ാമത്തെ വളത്തോടു കൂടി മാത്രമേ ഈ തടം നികന്ന് വരാവൂ. എന്നാൽ മാത്രമേ ഈ വളം ഇതിനകത്ത് നിൽക്കത്തുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ മഴയൊക്കെ പെയ്ത് ഇതിനകത്തിടുന്ന വളം ഒലിച്ചു പോകും. അപ്പോൾ അതുകൊണ്ട് ഇതേ രീതിയിൽ തടം എടുത്തതിന് ശേഷം മാത്രമേ വളമിട്ട് ശരിയാക്കാവൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.